മണ്ണ് എടുത്ത് തെരച്ചിൽ തുടരുകയാണ്. പുഴയിലാണ് പെട്ടിരിക്കുന്നതെങ്കിൽ അതത്ര എളുപ്പമാവില്ല, അത് കുറച്ചുകൂടി സങ്കീർണമാകും. മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും. പുഴയിലാണ് പെട്ടിരിക്കുന്നതെങ്കിൽ, കരയിലാണ് പെട്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി റഡാർ സംവിധാനം എത്തുന്നതോടുകൂടി ഒരു ധാരണ നമുക്കുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തുന്നത് ശിരൂർ കുന്നുകൾക്ക് താഴെ ഗംഗാവാലി നദിയുടെ കരയിൽ NH-66 നിന്നാണ്. റിപ്പോർട്ടറിൻ്റെ തുടർച്ചയായ 66 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തുടരുന്ന സംപ്രേഷണമാണ് കേൾക്കുക. 67-ാം മണിക്കൂറിലേക്ക് നമ്മളുടെ ലൈവ് സംപ്രേഷണം തുടരുകയാണ്. ഈ വിഷയത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ ശ്രദ്ധയൂന്നുന്നത്. അറിയാം, നാട്ടിൽ നിപ്പ അടക്കമുള്ള വിഷയങ്ങളുണ്ട്, ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ആ വാർത്തകളും പ്രേക്ഷകരിലേക്ക് ഇടവിട്ട് ഞങ്ങൾ നൽകും. പക്ഷേ പ്രധാന ഫോക്കസ് ഈ തെരച്ചിൽ, നമ്മൾ ഈ സംപ്രേഷണം നിർത്തിയാൽ, മാധ്യമങ്ങൾ ഇവിടെ നിന്ന് പിൻവാങ്ങിയാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നിലവിൽ ഈ തെരച്ചിൽ ഈ രീതിയിലെങ്കിലും ഇതേ ഊർജ്ജത്തിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാർത്താ സംഘത്തെ നമ്മൾ പിൻവലിക്കുന്നില്ല. ഇതിലൊരു തീരുമാനം എത്തുന്നതുവരെ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം തത്സമയം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ വീഴ്ചകൾ എണ്ണി നമ്മൾ പറഞ്ഞുകൊണ്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് ആരിടപെട്ടാലും, ഏത് DC ഇടപെട്ടാലും നമ്മളതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറുന്ന കാര്യമേ ഇല്ല. ഇന്ന് പുലർച്ചെ 7 മണിക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ പോകുമ്പോൾ നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞു, അത് അങ്കോള പോലീസ് സ്റ്റേഷനിൽ പാവം സബ് ഇൻസ്പെക്ടറാണ്. അയാൾ ആ മനുഷ്യരെ SP-യുടെ ഓഫീസിൽ നിന്ന് നിരന്തരം വിളിക്കുകയാണ്. ആ റിപ്പോർട്ടർ ചാനൽ അവിടെ ലൈവായിട്ട് കാണിക്കുന്നു, ആരും എത്തിയിട്ടില്ല എന്ന് പറയുന്നു. വളരെ പെട്ടെന്ന് നിങ്ങൾ അവരെ അവിടെ നിന്ന് മാറ്റൂ, ഈ ബ്ലോക്കേഡ് ചെയ്തിരിക്കുന്ന ഫലത്തേക്ക് ആ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും അവരെ കൊണ്ടിടിപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. ദൃശ്യങ്ങൾ എടുത്തിട്ടേ പോകൂ എന്ന് നമ്മൾ അവരോട് പറഞ്ഞു. കാരണം നമ്മളിൽപ്പെട്ട ഒരാൾ അവിടെ കിടക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ഏൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ സ്പോട്ടിൽ ആദ്യം എത്തിയത് റിപ്പോർട്ടറിൻ്റെ സംഘമാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, നമുക്കറിയാം, മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ പോകുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടല്ലോ. 1 മണിക്കൂർ റിപ്പോർട്ടർ അവിടെ തത്സമയം ചെലവഴിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ടിപ്പർ ലോറിയും ഒരു JCBയും അവിടേക്ക് പ്രവേശിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മളവിടെ പോയില്ലെങ്കിൽ ആരും പകർത്തുമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അലംഭാവം ഇപ്പോഴും തുടരുന്നുണ്ട്. ആ വാക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യജീവനോടുള്ള അലംഭാവം വ്യക്തമായും തുറന്നു കാട്ടുന്നുണ്ട് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ. അത് റിപ്പോർട്ടറിന് 1 മണിക്കൂറോളം ഇവരുടെ നിർദ്ദേശത്തെ നമ്മൾ അവഗണിച്ച് തന്നെയാണ് പോയത്. നമ്മൾ SP-യോട് പറഞ്ഞു, ക്ഷമിക്കണം, നമുക്ക് ആ റിപ്പോർട്ട് എടുത്തേ പറ്റത്തുള്ളൂ, നിങ്ങൾ എന്ത് നടപടികളും നിങ്ങൾ എടുത്തുള്ളൂ, നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ MP വിളിച്ചു, MK രാഘവനും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ MLA വിളിച്ചു. MLA പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. MLA ഒന്നും പറഞ്ഞ് ഇവർ കേൾക്കുന്ന പരിപാടിയില്ല. അത് നിങ്ങൾ സൂപ്രണ്ടിനെ വിളിക്കാനാണ് പോകുന്നത്. സൂപ്രണ്ടിനെ ഇനി നമുക്ക് കാണേണ്ട ആവശ്യമില്ല. സൂപ്രണ്ട് വന്ന് ഇവിടെ ഷോ ചെയ്യാനുള്ള സ്പേസ് അല്ല ഇതെന്നുള്ളത് സൂപ്രണ്ടിന് ബോധ്യമായി. ഇന്നലെ സൂപ്രണ്ടിന് ഈ ഭാഗത്തെ കടുപ്പിച്ചിട്ടേ ഇല്ല. ബാക്കി കാര്യങ്ങൾ അവിടെ ഏറ്റെടുത്തിരിക്കുന്നത് മറ്റു ദുരന്ത നിവാരണ സംഘവും മറ്റ് അധികൃതരുമാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാർ ഏറെക്കുറെ ആ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. നിങ്ങളൊക്കെയാണല്ലോ ഇത് നടത്തുന്നത് എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായും അങ്ങനെ നിൽക്കാൻ പാടില്ല. സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്. വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതേ ഉള്ളൂ. വ്യക്തിപരമായി നമുക്ക് എന്താണ് ആ സൂപ്രണ്ടുമായിട്ട് ഒരു പിണക്കവും നമുക്കില്ല. അദ്ദേഹം എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല. സ്വാഭാവികമായി നിരസമുണ്ടാവും. അത് സർക്കാർ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. MLA തന്നെ ഈ വിഷയം മംഗളവൈദ്യയോട് സൂചിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാവണം. കാരണം ഇത്തരം ഇൻസെൻസിറ്റീവായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥനെ സ്വാഭാവികമായും ഒരു സമൂഹം സംശയിക്കും. അതൊരു സർക്കാരിന് തന്നെ മാനക്കേടല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ.